ഓർബി എറ്റ് ഓർബി എന്ന തന്റെ ലോകത്തിനുള്ള ആശീർവാദം കൊടുത്തിരുന്ന അതേ ഇതിൽ തന്നെയാണ് മാർപ്പാപ്പയെ കിടത്തിയിരിക്കുന്നത്. മാർപ്പാപ്പ കിടക്കുന്നത് തന്നെ ഏറ്റവും ഇതായിട്ടുള്ള സാധാരണക്കാരനെ കൊണ്ടുപോകുന്ന മരപ്പെട്ടിയിലാണ്. എന്നെ സാധാരണ മാർപ്പാപ്പമാരെ കിടത്താറുള്ള ഓക്ക് മരമോ അതുപോലെയുള്ള സൈപ്രസ് മരമോ ഒന്നും വേണ്ട, എനിക്ക് സാധാരണക്കാരന്റെ ഇത് മതി എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നിന്ന് ഇവിടുത്തെ ഈ സംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞാൽ മാർപ്പാപ്പയെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകും. അപ്പോൾ വത്തിക്കാനിന്റെ അധിപൻ 108 ഏക്കർ സ്ഥലത്ത് ഉള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തിന്റെ തലവൻ, പക്ഷേ 140 കോടിയിലേറെ വരുന്ന ലോകത്തിലെ വിശ്വാസികളുടെ തലവൻ, ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഉള്ള കത്തോലിക്ക സഭയുടെ തലവന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റോമും ലോകമെമ്പാടും. ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ അടക്കം ചുറ്റി തിരിയുന്നുണ്ട് ഈ ചതുര സ്ക്വയറിൽ. എന്തായാലും വിജയകുമാർ, ഇവിടെ ഈ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം വിലാപയാത്ര കഴിഞ്ഞാൽ മാർപ്പാപ്പയെ അടക്കുന്ന സെന്റ് മേരീസ് മേജർ ബസിലിക്കയിൽ അവിടെ ശവക്കല്ലറ തയ്യാറായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിജയകുമാർ, അവിടെ ഇറ്റലിയിലെ ലിഗൂറിയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ ഉപയോഗിച്ചാണ് അവിടെ ശവക്കല്ലറ തീർത്തിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത, മാർപ്പാപ്പയുടെ പൂർവികർ വരുന്നത് ഇറ്റലിയിലെ ലിഗൂറിയിൽ നിന്നാണ് അവർ മുസോളിനിയുടെ കാലത്ത് പ്രശ്നമുണ്ടായപ്പോൾ അർജന്റീനയിലേക്ക് പലായനം ചെയ്തത്. അർജന്റീനയിലാണ് മാർപ്പാപ്പ വളർന്ന, അർജന്റീനയിൽ നിന്നാണ് മാർപ്പാപ്പയായി ഇവിടെ എത്തിയതും. അതുകൊണ്ട് തന്നെ ഇറ്റലിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലക്ഷക്കണക്കിന് ഇറ്റലിക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. മാർപ്പാപ്പയ്ക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ലോക നേതാക്കളുടെ വലിയ നിര തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. വിജയകുമാർ, പി പി ജെയിംസ്, ഇപ്പോൾ അനിയന്ത്രിതമായി അവിടേക്ക് ആളുകൾ എത്തുകയാണ്. അപ്പോൾ അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ക്രമീകരണം ഉണ്ടായിരുന്നില്ല. നേരത്തെ അതിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ലോകരാഷ്ട്ര തലവന്മാരോ ആ നിലയിൽ നയതന്ത്ര പ്രതിനിധികളോ അല്ലെങ്കിൽ കർദിനാൾമാരടങ്ങുന്ന ആ സംഘമോ അല്ലാതെ അവരെയൊക്കെ മാറ്റി നിർത്തിയാൽ വിശ്വാസികൾ ഒരുപക്ഷെ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങ് വത്തിക്കാനിൽ തന്നെയും അപൂർവമായിരിക്കും. അപ്പോൾ അത്രയും ആളുകളെ എങ്ങനെ അവിടെ ഉൾക്കൊള്ളാൻ കഴിയും? ആ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി വലിയ സ്ക്രീനുകളൊക്കെ സ്ഥാപിച്ച് അവിടെയൊക്കെ ഈ സംസ്കാര ശുശ്രൂഷകൾ കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ നിന്ന് കാണാം. പക്ഷേ എല്ലാവരും ഈ ചത്തുരത്തിലേക്ക് വരുന്നത് അവിടെ വലിയ ഒരു ജനസാഗരം തന്നെ തീർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ദൃശ്യങ്ങൾ അത് വ്യക്തവുമാണ്. പി പി ജി. തീർച്ചയായിട്ടും വിജയകുമാർ, നമ്മൾ അതിരാവിലെ തന്നെ ഒരു 5-6 മണിക്കൊക്കെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയായിരുന്നു. ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെയാണ് നമ്മൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിയത്. ഏതാണ്ട് ഒരു വരുന്ന വഴിക്കൊക്കെ 20-30 കടമ്പകൾ കടന്നാണ് വരുന്നത്. പക്ഷെ മാധ്യമ പ്രവർത്തകരെ അവർ കടത്തിവിടുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ കടത്തിവിടുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ കണ്ടത്, ഒരു 6 മണി നേരത്തെ തന്നെ ഏതാണ്ട് 2-3 ലക്ഷം പേര് ഈ 6-7 കിലോമീറ്ററിനുള്ളിൽ ഉണ്ട്. നമ്മളൊക്കെ 4-5 കിലോമീറ്റർ നടന്നാണ് ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ തമ്പടിച്ചിരുന്ന പലരും വിട്ടുപോയില്ല എന്ന് മാത്രമല്ല, ഇവിടെ തൊട്ടടുത്ത് ഹോട്ടലുകളിൽ നിന്നൊക്കെ താമസിച്ചിരുന്ന ജനങ്ങൾ മുഴുവൻ ഒഴുകിയെത്തിയിരിക്കുകയാണ് ഇവിടെ. എന്ന് മാത്രമല്ല, അർജന്റീനയിൽ നിന്ന്, മാർപ്പാപ്പയുടെ രാജ്യമായ അർജന്റീനയിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ചെറുപ്പക്കാരാണ് ഇവിടെ എത്തുന്നതിൽ ഭൂരിപക്ഷം ഉള്ളത്. ഒരുപക്ഷെ ഈ പാവപ്പെട്ടവർക്കും അഭയാർത്ഥികൾക്കൊക്കെ വേണ്ടി എടുത്ത നിലപാടുകളായിരിക്കാം മാർപ്പാപ്പയോട് ഇത്രയും വലിയൊരു സ്നേഹം പ്രകടിപ്പിക്കാൻ കാരണമായിട്ടുള്ളത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അഭൂതപൂർവമായിട്ടുള്ള ഒരു ആവേശമാണ് ഇതിലുണ്ടാക്കിയിരിക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിൽ ദുഃഖമുണ്ടെങ്കിലും മാർപ്പാപ്പയുടെയുള്ള ഒരു ആരാധന കൂടി കണക്കിലെടുത്താണ് ഇത്രയധികം ജനങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2005 കടന്നു പോയപ്പോഴാണ് ഇതുപോലെ ജനക്കൂട്ടം എത്തിയത്. പക്ഷേ അതിനെയും അതിലംഘിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടമാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്. ബെനഡിക്ട് മാർപ്പാപ്പ പോയപ്പോൾ ഇത്രയും ജനക്കൂട്ടമില്ലായിരുന്നു. അദ്ദേഹം ഒരു ജനകീയ തലത്തിൽ അധികം മുന്നോട്ട് പോയിരുന്നില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1978 മുതൽ 2005 വരെയാണ് മാർപ്പാപ്പയായിട്ട് ഉണ്ടായിരുന്നത്. ആ സമയത്ത് 27 വർഷം ലോകമെമ്പാടുമുള്ള 200-ലേറെ രാജ്യങ്ങളെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യാത്ര ചെയ്തിരുന്നു. ഒരുപക്ഷെ ചന്ദ്രനിലേക്ക് പോകാവുന്ന 15 തവണ ചന്ദ്രനിലേക്ക് പോകാവുന്ന ദൂരമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യാത്ര ചെയ്തത്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത മാർപ്പാപ്പയും ജോൺ പോൾ ആയിരുന്നു. പക്ഷെ ശരാശരി എടുത്താൽ ജോൺ പോൾ മാർപ്പാപ്പയേക്കാൾ കൂടുതൽ യാത്ര നടത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ് വത്തിക്കാൻ പറയുന്നത്. കാരണം ജോൺ പോൾ മാർപ്പാപ്പ 27 വർഷം കൊണ്ടാണ് ഇത്രയും രാജ്യങ്ങളിൽ പോയത്. പക്ഷേ ഈ മാർപ്പാപ്പ 13 വർഷം കൊണ്ട് 2013 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 65-ലേറെ രാജ്യങ്ങൾ കടന്നുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാർപ്പാപ്പയെ കുറിച്ച് ഞാനൊക്കെ ഫ്ലൈറ്റിൽ വന്ന സമയത്ത് വിജയകുമാർ നമ്മളെയൊക്കെ അമ്പരപ്പിച്ചത് ഒരുപാട്
ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാര് മാർപ്പാപ്പയുടെ ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നു. ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ വലിയൊരു മതിപ്പുണ്ടാക്കിയ മാർപ്പാപ്പയാണ്. ആ മാർപ്പാപ്പയ്ക്ക് അഭിവാദ്യം അർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് പലരും എത്തുന്നത് കണ്ടത്. പാലസ്തീൻ പ്രശ്നത്തിൽ ഗസയിൽ മാർപ്പാപ്പയുടെ ഈസ്റ്റർ സന്ദേശത്തിന്റെ അവസാന ദിവസം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണം, ഇസ്രായേലിലെ ബന്ദികളെ വിട്ടയക്കണം, ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടിയ ശേഷമാണ് മാർപ്പാപ്പ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഗസയിലൊക്കെ വലിയ രീതിയിലുള്ള സങ്കടമാണ്. ഞങ്ങൾക്ക് വേണ്ടി അവസാനം വരെ ശപ്പിച്ച മാർപ്പാപ്പ കടന്നുപോയിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് പ്രതികരണം വന്നിരിക്കുന്നത്. ശരി പി പി ജെയിംസ്, വളരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അവിടെ എത്തിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൈക്കൊണ്ട നിലപാടുകൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളൊക്കെ അദ്ദേഹത്തെ ഇതാ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അന്ത്യശുശ്രൂഷ ചടങ്ങുകളിൽ അവിടേക്ക് എന്താണ് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വിശ്വാസികളെ എത്തിക്കുന്നതിൽ ഒക്കെ വളരെ നിർണായകമായിട്ടുണ്ട്. നേരത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്.